യെശയ്യാ പുസ്തകം 54 അധ്യായം 7 വാക്യം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനത്തിൻ്റെ ഒരു വാചകമാണ് പ്രസ്തുത വേദഭാഗം. നമ്മുടെ ദൈവം പിതാവായ യേശു ക്രിസ്തുവിനെ നോക്കി പറയുന്നതായിട്ട് പ്രവാചകൻ നമ്മളോട് പറയുന്ന വേദഭാഗമാണ് ഈ വേദഭാഗം. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ക്രൂശിതനായിരിക്കുമ്പോൾ എലി എലി ലമാ ശബത്താനി എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ഒരു വാചകം നമുക്ക് ആ ക്രൂശീകരണ വേളയിൽ കേൾക്കാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. ഇതേ ഒരു കാര്യത്തെയാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്. പിതാവായ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അല്പനേരത്തേക്ക് ഉപേക്ഷിക്കുകയാണ്, കൈവിടുകയാണ്. ആ ഒരു ചിത്രത്തെയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ, അതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് തോന്നുന്ന ചില സന്ദർഭങ്ങൾ കടന്നു വരാറുണ്ട്. ചില അവഗണനകൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു അനുഭവങ്ങൾ കടന്നു വരാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ കൂടെ നടന്നവർ പലരും നമ്മളെ വിട്ടിട്ട് പോയ, പല സാഹചര്യങ്ങളിലും നമ്മളെ തനിച്ചാക്കി പോയ ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. നമ്മൾ ആ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, എന്താണ് കർത്താവേ, എന്തുകൊണ്ടാണ് നീ എന്നെ തനിച്ചാക്കിയത്? ചില പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. ചില വെല്ലുവിളികൾ നമ്മൾ തനിച്ചാണ് നേരിടുന്നത്. ചില യുദ്ധങ്ങൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അത്തരത്തിൽ തനിച്ചാകുക, അവഗണിക്കപ്പെടുക, ഏകാന്തതകളിലേക്ക് പോകുക, എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്നത്? പുത്രനായ യേശു ക്രിസ്തുവിനെ എന്തിനാണ് അല്പനിമിഷത്തേക്ക് പിതാവ് തനിച്ചാക്കിയത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം പറഞ്ഞ ഒരു വേദഭാഗമുണ്ട്. ഞാൻ ഈ ചെയ്യുന്നതൊന്നും എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റേതാണ്. എൻ്റെ പിതാവ് ചെയ്തു കണ്ടതാണ് ഞാൻ ചെയ്യുന്നത്. അവൻ എന്നെ തനിച്ചാക്കിയിട്ടില്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ കുറഞ്ഞത് ഒരു 6 ഇടങ്ങളിലെങ്കിലും യേശു പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ആ കോൺഫിഡൻസ്, ആ ഉറപ്പ് ക്രൂശിൽ നഷ്ടപ്പെടുകയാണ്. പിതാവായ ദൈവം പോലും പുത്രനെ ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. എന്തിനാണ് ഇത്തരത്തിലൊരു സാഹചര്യം ദൈവം പുത്രന് നൽകി കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം അതിൻ്റെ പുറകിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഒരു വലിയ ദൗത്യം അതിൻ്റെ പുറകിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് അത്തരത്തിൽ കാര്യം ചെയ്യുവാനായിട്ട് ഇടയാത്തീർന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തനിച്ചാകുമ്പോൾ, നിങ്ങളെ കർത്താവ് ഒറ്റയ്ക്കാക്കുമ്പോൾ, കർത്താവ് പോലും നിങ്ങളെ വിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ദൈവവചനത്തിലൂടെ ഇന്ന് ഞാൻ അതാണ് നിങ്ങളോട് പറയാനായിട്ട് തുടങ്ങുന്നത്. അനുഗ്രഹത്തിന് മുൻപുള്ള അവഗണനയിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുകയാണ്. നമ്പർ 1, ഒന്നാമത്തേത്, കർത്താവ് നിങ്ങളെ മോൾഡ് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ഷേപ്പ് ചെയ്യുകയാണ്. ഞാൻ എന്താകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അവഗണന, ഒരു പരിഗണിക്കാത്ത അനുഭവം, ഒരു ഏകാന്തത, ഒരു ഒറ്റപ്പെടൽ. ജീവിതത്തിൽ തനിച്ചാകുമ്പോഴത്തേക്കും ഞാൻ എന്താകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അതാകാൻ വേണ്ടിയിട്ട്, അതാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഒറ്റയ്ക്കാക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്താകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നോ അതാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ തനിച്ചാക്കുന്നത്, ഒറ്റയ്ക്കാക്കുന്നത്. ചില യുദ്ധങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നത്, ചില തടവറകൾക്കകത്ത് ഞാൻ ആയിപ്പോകുന്നത് പോലെ ആകുന്നതിൻ്റെ കാര്യം, ഞാൻ എന്താകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അതെന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ്. മോശയുടെ ജീവിതത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. യോസഫിൻ്റെ ജീവിതത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്ന സകല വ്യക്തികളിലും ഇങ്ങനെ ഒരു സംവിധാനം നടന്നിട്ടുണ്ട്. എന്ത് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അവരെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ, അവരെ ഒന്ന് മോൾഡ് ചെയ്യാൻ, കർത്താവ് അവരെ ഒന്ന് പണിയാൻ വേണ്ടിയിട്ടാണ് ആ അവഗണനകളിലൂടെ ദൈവം അവരെ കടത്തിവിടുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, എന്നിലുള്ള ദൈവാശ്രയത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ഞാൻ തനിച്ചാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ദൈവാശ്രയം പോരാ എന്ന് ദൈവത്തിന് തോന്നുന്നു. കുറച്ചുകൂടി ഞാൻ ആഴമായി ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി ഗൗരവമായി ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി അഗാധമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ഞാനും ദൈവവുമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക ആശ്രയം എനിക്ക് ഈ ഏകാന്തതകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ആരും ചുറ്റുവട്ടങ്ങളിൽ ഇല്ലാതിരിക്കുമ്പോൾ, ഒറ്റ മനുഷ്യൻ്റെ സഹായഹസ്തം എനിക്ക് നേരെ നീളാതിരിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ കുറച്ചുകൂടി അധികം പഠിക്കും. നേരത്തെ ഒരു ആശ്രയം ഉണ്ടായിരുന്നു, അതിനെ വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്
ഈ ഏകാന്തതകളിലൂടെ അല്ലെങ്കിൽ അവഗണനകളിലൂടെ ദൈവം നമ്മളോട് പഠിപ്പിക്കുന്നത്. സഹായിക്കാൻ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യമാണ് ഈ വസ്തുതകളിലൂടെ നാം ശീലിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സാധ്യതകൾ എന്താണ്, എൻ്റെ ശുശ്രൂഷ എന്താണ്, എൻ്റെ കഴിവെന്താണ്, ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന ആത്മീക ശക്തി എന്താണ്, ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന കൃപാവരം എന്താണ്, ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്തുവ, ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ ഏകാന്തതകളിലൂടെ കടത്തിവിടുന്നത്. നോക്കൂ, 17-ാമത്തെ വയസ്സിൽ അഭിഷേക തൈലം തലയിൽ വീണവനാണ് ദാവീദ്. ദാവീദിനെ അപ്പൻ്റെ വീട്ടിൽ വെച്ച് അഭിഷേകം ചെയ്ത് നേരെ പറഞ്ഞു വിടുന്നത് സിംഹാസനത്തിലല്ല. ദാവീദ് എന്ന ആ പച്ച മനുഷ്യൻ തിരിച്ചു പോകുന്നത് കാട്ടിലാണ്. അഭിഷേക തൈലം തലയിൽ വീണ ദാവീദ് പിന്നീട് കാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആടുകൾക്ക് നേരെ വന്ന കരടിയെയും സിംഹത്തെയും ഒക്കെ ദാവീദ് കീറിക്കളഞ്ഞു എന്നാണ് വേദപുസ്തകത്തിൽ വായിച്ചറിയാനായിട്ട് കഴിയുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള വനാന്തര അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കുമ്പോൾ നമ്മളിലുള്ള ശക്തിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, നമ്മളിലുള്ള ആത്മവീര്യത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ തിരിച്ചറിയുകയാണ്, താലന്തുകളെ നമ്മൾ തിരിച്ചറിയുകയാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. എന്താണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് ഈ അവഗണനയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ഫിൽറ്ററിങ്ങിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ഫിൽട്ടർ ചെയ്യപ്പെടുകയല്ല, നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണ്. ഒരു അവഗണനയാണ് വാസ്തവത്തിൽ നമ്മുടെ കൂടെ ആര് വേണം ആര് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം അവിടെയാണ് ഉരുത്തിരിയുന്നത്. നമ്മുടെ കഷ്ടതയുടെ വേളയിൽ ഒരു ചെറിയ സഹായമെങ്കിലും ഒരുത്തൻ ചെയ്തു തരാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്ന പച്ച മനുഷ്യനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മളോടൊപ്പം നിൽക്കാൻ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. പലപ്പോഴും മനുഷ്യൻ നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സഹായിച്ചവർ നമ്മുടെ സാധ്യതകൾ ഉപയോഗിച്ച് അവരൊന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് എല്ലാ സാധ്യതകളും ചെയ്തു കൊടുത്തവർ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മളെ ഇട്ടയച്ച് പോകുമ്പോൾ ഓർക്കുക, അവിടെ ഒരു ഫിൽട്ടറിങ് നടക്കുകയാണ്. പിന്നെ അവരെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇവിടെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ കുറയാനാണ് സാധ്യതയുള്ളത്. ഒരു ഏകാന്തതകളിലൂടെ കടന്നുപോയി പുറത്തു വരുന്നവന് പിന്നെ അധികം ചങ്ങാതിമാരുണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. അവൻ്റെ ഫ്രണ്ട് സർക്കിൾ വളരെ കുറഞ്ഞ് ഫിൽട്ടർ ചെയ്ത് ഏറ്റവും ചെറുതും കരുത്തുറ്റതുമായ ഒരു സാഹചര്യത്തിലേക്കാണ് വാസ്തവത്തിൽ വരുന്നത്. അദുല്ലാം ഗുഹയെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞു വെച്ചൊരു കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ്. അദുല്ലാം ഗുഹയിൽ ദാവീദ് ചെന്നിരിക്കുന്നത് തൻ്റെ തല പോകുമോ എന്നുള്ള പേടിയിലാണ്. പക്ഷേ ആ കഷ്ടതയുടെ നടുവിൽ 400 പേർ അവൻ്റെ അടുക്കൽ വരികയാണ്. അവരെക്കുറിച്ച് പറയുന്നു, അവർ കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, ദരിദ്രർ, അവഗണിക്കപ്പെട്ടവർ അവൻ്റെ അടുക്കൽ കടന്നു വന്നു. അവൻ അവർക്ക് നേതാവായി തീർന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നത് ദാവീദ് രാജാവാകുമ്പോൾ ഈ 400 പേരാണ് അവിടെ സൈന്യത്തിൻ്റെ അധിപന്മാരായി മാറുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മൾ ഫിൽട്ടറിങ്ങിലൂടെ പോകുകയാണ്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണ്. എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ നമ്മൾ എല്ലാവരെയും കൊണ്ടു നടക്കണമെന്നില്ല. നമ്മളൊരു ഫിൽട്ടറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളെയും നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെയും ഫാമിലിയും ഒക്കെ വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് ചെറിയൊരളവിൽ നമ്മുടെ സൗഹൃദങ്ങളും ശുശ്രൂഷയുടെ വലയവും ഒക്കെ ഒതുങ്ങുകയാണ്. ആ ചെറിയ അളവ് ഏറ്റവും കരുത്തുറ്റതായിരിക്കും എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ ശക്തീകരിക്കാൻ പ്രാപ്തരാകുന്നു എന്നുള്ളതാണ്. ഒരു കഷ്ടതയുടെയും കനൽ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാളെ ഇതേ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവനെ ജീവിപ്പിക്കാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയും. നമ്മുടെ നാവിന് അത്തരത്തിലൊരു ശക്തി ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ദൈവം നമ്മളെ നടത്തിവിടുന്നത്? നാളെ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇതേ നീർച്ചുഴികളിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം. അവരെ ഉറപ്പിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ആ പാഠം ആവശ്യമാണ്. അവരെ ഉറപ്പിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ അത് പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ആ ഏകാന്തതകളിലൂടെ പോകാൻ തയ്യാറാകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. തൻ്റെ അടുക്കൽ വരുന്നവനെ ഏവനെയും രക്ഷിക്കുവാൻ അവൻ പ്രാപ്തിയുള്ളവനാകേണ്ടതിന് അവൻ സകല കഷ്ടങ്ങളിലൂടെ നമുക്ക് മുൻപേ പോയവനാകുന്നു എന്ന് എബ്രായ ലേഖകൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ വാചകം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട്. തൻ്റെ മുമ്പിൽ വന്ന ഏതൊരുത്തനെയും സഹായിക്കാൻ കർത്താവിന് കഴിഞ്ഞത് ഇവൻ സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. സഹോദരങ്ങളെ, എന്തിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം, ഒരു അവഗണനകളിലൂടെ നമ്മളെ നടത്തിവിടുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമെന്ന് തോന്നുന്ന ചില നൊമ്പരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിൻ്റെ
പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്? നാളെ നമ്മുടെ മുമ്പിൽ വരുന്നവനെ കരുത്തുറ്റവനാക്കി തീർക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ആ കനൽ വഴികളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യെശയ്യാവ് പറയുന്ന ഈ വാക്യം നമുക്കൊന്ന് ചേർന്ന് പറയാമല്ലേ? അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. മഹാകരുണയോടെ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ താലന്തുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും, നമ്മളിലുള്ള കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. കുറച്ചുകൂടി ദൈവാശ്രയമുള്ളവരായിട്ട് നമ്മൾ മാറും. അതിനായിട്ട് ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകാനായിട്ട് പോകുന്നു. അന്നേരം ദൈവത്തിൽ കൂടുതലൊന്ന് ആശ്രയിക്കാൻ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ ഒന്ന് ചെറുതാക്കിയിട്ട് അധികം ദൈവാശ്രയത്തിലേക്ക് വരാൻ, അടുത്ത് വരുന്ന ഏതൊരുത്തനെയും കരുത്തുറ്റവനാക്കി തീർക്കാൻ കഴിവുള്ള ഒരു മനോഭാവം ഉണ്ടാകാൻ ഈ ദൈവവചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.